റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകാൻ LDF നിയമോപദേശം തേടി. MLA-മാർ നൽകുന്ന ഈ പരാതി സ്പീക്കർ സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറും. നിയമോപദേശം അനുകൂലമായാൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം വന്ന ശേഷം പരാതി നൽകാനാണ് നീക്കം. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറാനാണ് LDF നീക്കം. എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം എന്നുള്ളത് CPM നേതാക്കളാണ്. MV ഗോവിന്ദനടക്കമുള്ള പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അതിൽ ഉള്ളത്. അപ്പോൾ ഇതിന്മേൽ എന്ത് നടപടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ LDF-ന്റെ ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിലാണ്, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കർക്ക് ഒരു പരാതി നൽകാൻ നിയമപരമായി കഴിയുമോ എന്ന കാര്യം LDF ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച നിയമോപദേശം പ്രധാനപ്പെട്ട അഭിഭാഷകരോട് LDF നേതൃത്വം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം അനുകൂലമാവുകയാണെങ്കിൽ LDF നിയോഗിക്കുന്ന ഓരോ കക്ഷിയിൽപ്പെട്ട MLA-മാർ ചേർന്ന് ഒരു പരാതി സ്പീക്കർ AN ഷംസീറിന് കൈമാറാനാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പ്രിവിലേജ് കമ്മിറ്റിക്ക് LDF MLA-മാർ ഭൂരിപക്ഷമുള്ള ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ അതിന് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നിയമോപദേശം അനുകൂലമാവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം ആ വിധി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണെങ്കിൽ സ്പീക്കർക്ക് പരാതി നൽകാനുള്ള തീരുമാനമാണ്. നിയമപരമായി 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ സഭയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. നിയമപരമായി പരിശോധിക്കുമ്പോൾ അപ്പോൾ അതിനുള്ള സാധ്യത അടയുകയാണ്. ഇപ്പോൾ സർക്കാരിന് കാലാവധിയും അത്ര മാത്രമേ ഉള്ളൂ, 3 മാസത്തിൽ അധികമില്ല. അപ്പോൾ ഇത് ഒരു നീക്കം, ഒരു ജസ്റ്റർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു, ഞങ്ങൾ അതിനുള്ള നടപടികളിലേക്ക് കടന്നു എന്ന് കാണിക്കാനുള്ള ഒരു നടപടിയായി അതിനെ കാണേണ്ടി വരില്ലേ? ഉറപ്പായി സ്മൃതി, അതിനെ അങ്ങനെ കാണണം. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു, പരാതി കൊടുത്തതിന് ശേഷം പ്രിവിലേജ് കമ്മിറ്റി കൂടുന്നു, അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് ഏതാണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അനൌദ്യോഗികമായി കടന്നു കഴിഞ്ഞു. ഈ വേളയിലായിരിക്കും ഇത്തരം നടപടികൾ ഉണ്ടാവുക. പ്രിവിലേജ് കമ്മിറ്റി കൂടുന്നു, പ്രിവിലേജ് കമ്മിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നിലപാടുകൾ MLA എടുക്കുന്നു, അതിനോട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരുന്നു. ആ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം സജീവമായി നിലനിർത്താം. ഇവരൊരു പരാതി കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ പറ്റുമോ എന്നതിനപ്പുറം രാഷ്ട്രീയമായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി നിർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള LDF-ന്റെ ഒരു നീക്കമായി ഇതിനെ നമ്മൾ കണ്ടാൽ മതി. സ്മൃതി, ശരി. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.